ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണോ? അതോ CSK പ്ലേ ഓഫ് കളിക്കുമോ? നിലവിൽ 6ാം സ്ഥാനത്ത്, ബാക്കിയുള്ളതാണെങ്കിൽ 2-2 മത്സരവും. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് ഒരേ ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ, അത് പ്ലേ ഓഫിനെ കുറിച്ചാണ്. നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം. CSK പ്ലേ ഓഫ് കളിക്കുമോ? എങ്ങനെ സാധ്യമാകും? അല്ലെങ്കിൽ മറ്റാര്? നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റിൽ പറയാമോ? നമുക്ക് ആദ്യം കിട്ടേണ്ട ഉത്തരം CSK പ്ലേ ഓഫ് കളിക്കുമോ എന്നതാണ്. ഉത്തരം യെസ് എന്നും നോ എന്നും ആകാം. കാരണം CSK ഇനിയും പുറത്തായിട്ടില്ല. ബാക്കിയുള്ള 2 മത്സരങ്ങളും മറ്റു ടീമുകളുടെ പ്രകടനവും അനുസരിച്ച് ഇതിനൊരു കറക്റ്റായ ഉത്തരം കിട്ടുകയുള്ളൂ. നമുക്ക് ആ സാധ്യതകൾ വിശദമായി തന്നെ ഒന്ന് നോക്കാം. ലക്നൌവിനെതിരെയുള്ള അപ്രതീക്ഷിത തോൽവിയാണ് ചെന്നൈക്ക് വിനയായത്. നിലവിൽ 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്താണ് ചെന്നൈ ഉള്ളത്. ഇനി ചെന്നൈക്ക് മുന്നിലുള്ളത് വളരെ കടുപ്പമേറിയ വഴികളാണ്. രാജസ്ഥാൻ, ഹൈദരാബാദ്, പഞ്ചാബ് എന്നിവർ തോറ്റാൽ മാത്രമേ ഇനി ചെന്നൈക്ക് മുന്നോട്ടൊരു യാത്രയുള്ളൂ. അത് മാത്രം പോരാ, ബാക്കിയുള്ള മത്സരങ്ങൾ ചെന്നൈ ജയിക്കുകയും വേണം, അതും നല്ല മാർജിനിൽ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ രാജസ്ഥാന് ഇനി 3 കളികൾ ബാക്കിയുണ്ട്. അത് 3 അവർ ജയിച്ചാൽ ചെന്നൈയുടെ കാര്യം ഏകദേശം കട്ടപ്പുക. ഇനി നമുക്ക് മറ്റുള്ളവരുടെ തോൽവി ചെന്നൈക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നോക്കാം. ചെന്നൈക്ക് ബാക്കിയുള്ളത് 2 മത്സരങ്ങൾ, ഹൈദരാബാദ്, ഗുജറാത്ത് എന്നിവർക്കെതിരെ. പോയിന്റ് ടേബിളിൽ നിലവിൽ ആദ്യ 4-ലുള്ള ഈ 2 ടീമുകളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് CSKക്ക് ഗുണകരമായി വരാം. ഇതിൽ 16 പോയിന്റുള്ള ഗുജറാത്ത് ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടാണ്. എന്നാൽ ഹൈദരാബാദിന്റെ കാര്യം അങ്ങനെയല്ല. ബാക്കിയുള്ള 2 മത്സരങ്ങളിൽ ഒരെണ്ണം ചെന്നൈക്കെതിരെയും മറ്റൊന്ന് ബാംഗ്ലൂരിനെതിരെയും. ഇത് രണ്ടും തോറ്റാൽ 14 പോയിന്റുമായി ഹൈദരാബാദിന് പുറത്തേക്കുള്ള വഴി തെളിയും. അങ്ങനെ സംഭവിച്ച് ഹൈദരാബാദ് പുറത്തേക്ക് പോയാൽ ആ സ്ഥാനത്തേക്ക് പഞ്ചാബ്, രാജസ്ഥാൻ, ചെന്നൈ എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെത്താം. അതൊരു വിദൂര സാധ്യത മാത്രമായി കണക്ക് കൂട്ടാൻ കഴിയും. കാരണം അടുത്തതായി വരുന്നത് ഹൈദരാബാദ് ചെന്നൈ തീപാറും പോരാട്ടമായിരിക്കും. ഈ മത്സരത്തിൽ ഹൈദരാബാദ് ജയിച്ചാൽ 16 പോയിന്റുമായി അവർ പ്ലേ ഓഫിലേക്ക് കുതിക്കാനും ചെന്നൈ പുറത്തേക്ക് പോകാനുമുള്ള സാധ്യത തെളിയും. ഇനി രാജസ്ഥാന്റെ കാര്യമെടുത്താൽ അത് വളരെ ത്രില്ലിംഗ് ആണ്. ചെന്നൈയുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നത് സഞ്ജുവിന്റെ ഈ പഴയ ടീമാണ്. ഇനി നേർക്കുനേർ മത്സരങ്ങൾ ഇല്ലെങ്കിലും ചെന്നൈക്ക് പുറത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് നൽകാൻ വളരെയധികം ചാൻസ് ഉള്ള ടീമാണിത്. ഡൽഹി, ലക്നൌ, മുംബൈ എന്നിവർക്കെതിരെ 3 മത്സരങ്ങൾ രാജസ്ഥാനിന് ബാക്കിയുണ്ട്. ഇതിൽ 2 മത്സരങ്ങൾ ജയിച്ചാൽ പോലും അവർക്ക് മറ്റുള്ള ടീമുകളെക്കാൾ ചാൻസ് ഉണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ രാജസ്ഥാൻ ഇനി ബാക്കിയുള്ള 3 മത്സരങ്ങളും പ്ലേ ഓഫ് റേസിലേക്കുള്ള ടീമുകളുമായി ആയിട്ടല്ല എന്നതാണ്. അതായത് ഡൽഹി, ലക്നൌ, മുംബൈ എന്നീ ടീമുകൾ ഇനി പ്ലേ ഓഫിലേക്ക് എത്താൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 3 മത്സരങ്ങളിൽ ഏൽക്കുന്ന തോൽവി RRന്റെ സാധ്യതകൾക്ക് മാത്രമായിരിക്കും കൂടുതൽ മങ്ങൽ ഏൽപ്പിക്കുക. ഉദാഹരണത്തിന് ഈ 3 മത്സരങ്ങളും രാജസ്ഥാൻ തോറ്റാൽ അത് ചെന്നൈ, ഹൈദരാബാദ്, പഞ്ചാബ് എന്നിവർക്ക് മാത്രമാകും ഗുണം ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ബാംഗ്ലൂരു, ഗുജറാത്ത് എന്നിവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 2 സ്ലോട്ടിലേക്ക് മത്സരിക്കുന്നത് 4 ടീമുകളാണ്. ഇനിയുള്ളത് പഞ്ചാബിന്റെ കാര്യമാണ്. ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. 13 പോയിന്റ് കൈവശമുള്ള പഞ്ചാബിന് ബാക്കിയുള്ളത് 2 മത്സരങ്ങൾ മാത്രമാണ്. എതിരാളികൾ RCBയും LSCയും. ഈ 2 മത്സരങ്ങളും ജയിച്ചാൽ പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് ഇന്നാവും. ഒരെണ്ണം തോറ്റാൽ ചെന്നൈ, ഹൈദരാബാദ്, രാജസ്ഥാൻ എന്നിവർക്ക് ലോട്ടറി അടിച്ച പോലെയാവും. നിലവിലെ പ്രകടനം തുറന്നാൽ നാണം കെട്ട് പഞ്ചാബ് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള 2 മത്സരങ്ങൾ ചെന്നൈ, ഹൈദരാബാദ് എന്നിവർ ജയിച്ചാൽ 16 പോയിന്റുമായി പ്ലേ ഓഫിലേക്കുള്ള ചാൻസ് നിലനിർത്താം. പക്ഷെ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇതിലൊരു മത്സരം ഇവർ തമ്മിൽ തന്നെയാണ്. ഇതിൽ ഹൈദരാബാദ് തോറ്റാലും നിലവിൽ 14 പോയിന്റുള്ള അവർ അടുത്ത മത്സരത്തിലെ റിസൾട്ടും നെറ്റ് റൺ റേറ്റും ഒക്കെ നോക്കി പ്ലേ ഓഫിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. മറിച്ച് ചെന്നൈയുടെ തോൽവിയാണെങ്കിൽ കഥ അവിടെ അവസാനിക്കും. ഇതിനെല്ലാം പുറമെ ഇനിയുള്ള 2 മത്സരങ്ങളിൽ വിജയം കണ്ടെത്താൻ ബാംഗ്ലൂരിനും ഗുജറാത്തിനും കഴിഞ്ഞില്ലെങ്കിൽ 16 പോയിന്റുമായി ടേബിളിൽ അവർ താഴേക്ക് ഇറങ്ങും. തോൽവികൾ വൻ മാർജിനിലായാൽ ചിലപ്പോൾ പ്ലേ ഓഫിൽ നിന്ന് പുറത്തേക്ക് വരെ പോയേക്കാം. അതായത് മെയ് 16 പോയിന്റ് ടേബിൾ അനുസരിച്ച് നിലവിൽ ആരും ഇതുവരെ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല. നിലവിൽ 5ാം സ്ഥാനത്താണെങ്കിൽ കൂടിയും ചെന്നൈയെക്കാളും പഞ്ചാബിനേക്കാളും ഏറ്റവും കൂടുതൽ ചാൻസ് നിലനിൽക്കുന്നത് രാജസ്ഥാനാണ്. അവർ ഇനിയുള്ള 3 മത്സരങ്ങൾ ജയിച്ചാൽ നെറ്റ് റൺ റേറ്റിനെ ആശ്രയിക്കാതെ 18 പോയിന്റുമായി പ്ലേ ഓഫിലേക്ക് എത്താം. ഇതുവരെ നമ്മൾ പറഞ്ഞത് കണക്കുകളുടെ കളിയാണ്. എന്നാൽ റിയാലിറ്റി സൈഡിലേക്ക് വരുമ്പോൾ ഇത് സാധ്യമാകുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് പ്ലേ ഓഫ് കളിക്കാൻ അവരുടെ വിജയത്തിനപ്പുറം രാജസ്ഥാൻ, പഞ്ചാബ്, ഹൈദരാബാദ് എന്നിവരുടെ തുടർ തോൽവികളാണ് ആവശ്യം. നിലവിൽ ചെന്നൈയുടെ പ്രധാന പ്രശ്നം ബൗളിംഗ് ആണ്. ഓവർടേൺ കൂടി പരിക്കേറ്റ് പുറത്തായതോടെ ടീമിന്റെ ബാലൻസ് തെറ്റിയ അവസ്ഥയാണ്. എന്നാൽ ബാറ്റിംഗ് നിരയുടെ പ്രകടനം പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത് IPL ആണ്. അവസാന നിമിഷവും എന്തും സംഭവിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ CSK ഇത്തവണയും മിറാക്കിൾ പ്ലേ ഓഫ് എൻട്രി നടത്തുമെന്ന്?